നമ്മുടെ ഇന്റീരിയറും അതുപോലെ തന്നെ കുറച്ച് റെഡിമെയ്ഡ് ഫർണിച്ചറുകളും ഓഫീസുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിലാണ്. സെഞ്ചുറിയുടെ ബോർഡൊക്കെ അവർ തന്നിട്ടുണ്ട്. സെഞ്ചുറിയിൽ നിന്ന് ഡയറക്റ്റ് പ്രിലാമിറ്റഡ് ബോർഡും പ്ലൈവുഡൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ബോർഡ് വരുന്നത്. ചെന്നൈയിൽ നിന്നാണ് നമുക്ക് സപ്ലൈ വരുന്നത്. പ്രൈസ് സെഞ്ചുറി ആയിട്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. ക്രെഡിറ്റ് ലഭ്യമാവുകയില്ല, അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കണം എന്നുള്ള അവരുടെ പ്രത്യേകത. അപ്പോൾ ഇന്റീരിയർ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ വേണ്ട കുറച്ച് മെഷീനറീസ് കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് വേണ്ടത് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. ഇതിൽ ചിപ്പിംഗ് ഇല്ലാതെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്കോറിംഗ് ബ്ലേഡും അതുപോലെ മെയിൻ ബ്ലേഡും വെച്ചിട്ട് ഓട്ടോമാറ്റിക് മെഷർമെന്റ് ഒക്കെ സെറ്റ് ആവുന്ന രീതിയിലാണ് പ്രൊഡക്ഷൻ വേഗത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത് വേണ്ടത് നമുക്ക് ഈ ലാമിനേഷനൊക്കെ ഒട്ടിക്കുന്നതിന് പലപ്പോഴും കൈകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിക്കുക. അത് ഒരാളുടെ കരുത്തിനെ ആശ്രയിച്ചിരിക്കും. വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഒട്ടൽ കുറയും, ഗമ്മ് പൊള്ളച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രസ് മെഷീൻ വെച്ചിട്ടാണ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിക്കുന്നത്. ഇതും നേരത്തെ കണ്ട മെഷീൻ തന്നെയാണ്. ഇത് ഡിജിറ്റൽ സ്കെയിലില്ല, നോർമൽ മെഷീനാണിത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. നമ്മൾ ലിപ്പിംഗ് ഒട്ടിക്കുന്നതിനും ആ ഭാഗം ഫിനിഷ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ട്രാക്ക് ചെയ്യും, അതുപോലെ ഗ്ലൂ ചെയ്യും, ഫ്രണ്ട് എൻഡ് കട്ട് ചെയ്ത് കിട്ടും, അതുപോലെ തന്നെ റിയർ എൻഡ് കട്ട് ചെയ്ത് കിട്ടും, ഫൈൻ ട്രിം ആയിട്ട് കിട്ടും, കോർണർ ട്രിം കിട്ടും, അതുപോലെ ഫ്ലാറ്റ് സ്ക്രാപ്പിംഗ് കിട്ടും, ക്ലീൻ ചെയ്യും, ബഫ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ എഡ്ജ് ബാൻഡ് ഒട്ടിക്കുമ്പോൾ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്ന ആ ഫിനിഷിംഗിലേക്ക് പ്രൊഡക്റ്റ് എത്തുകയുള്ളൂ. അതാണ് ഓട്ടോമാറ്റിക് എഡ്ജ് ബാൻഡ് മെഷീൻ അല്ലെങ്കിൽ ത്രൂ ഫീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് വുഡ്ടെക്കിന്റെ ഈ ഒരു മെഷീനറീസ് ആണ്. KDT 665 എന്ന് പറഞ്ഞ മെഷീനാണ്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷീനറീസ് കൂടി ഇതാണ് മൾട്ടി ബോറിംഗ് മെഷീൻ. നമ്മൾ മിനിഫിക്സ് വെച്ച് പ്രൊഡക്റ്റ് ഫിനിഷ് ചെയ്യുമ്പോഴാണ് പ്രൊഡക്റ്റിന് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവുന്നതും ദൃഢത ഉണ്ടാവുന്നതും പുറത്തേക്ക് അതിന്റെ മെക്കാനിസം കാണാതിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മൾട്ടിബോർ ഉപയോഗിക്കുന്നത്. 3 ഹെഡ് മൾട്ടിബോറാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം മെഷീനറീസ് ഉള്ള ഒരു കമ്പനിയിൽ നിന്ന് തന്നെ ഫർണിച്ചറുകൾ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഫർണിച്ചറുകൾ ഇന്റീരിയർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇത്രയും മെഷീനറീസ് മിനിമം ഉണ്ടെങ്കിലാണ് നമ്മുടെ വീട്ടിലെ ഇന്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് ആവുകയുള്ളൂ. അപ്പോൾ മെറ്റീരിയൽ മാത്രമല്ല, ഫിനിഷ് വേണം. ഇത് കണ്ടില്ല, ഇതിന്റെ എഡ്ജ് ബാൻഡ് ഒക്കെ ഫിനിഷ് ചെയ്ത് കണ്ടില്ലേ. റെഡിമെയ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫർണിച്ചറാണ് ഇത്. കേരളത്തിലുള്ള മുഴുവൻ ഫർണിച്ചർ ഷോറൂമുകളിലും റെഡിഫിക് എന്ന ബ്രാൻഡിൽ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ വിശാലമായത് ഇങ്ങനെ ബൾക്കായിട്ട് അടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രൈസിങ്ങിനും ഫിനിഷിങ്ങിനും ലഭ്യമാവുന്നത്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ റഫീഖ് ഭായ്? ഇപ്പൊ സെയിലൊക്കെ വളരെയധികം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഡിമാൻഡ് സെയിലാണ്. ഫാക്ടറി മുഴുവൻ കാലിയാണല്ലോ, ഒരു പ്രൊഡക്റ്റ് പോലും അടിച്ചതില്ലല്ലോ, കയറി പോകുന്നതാണല്ലേ. ഇപ്പൊ റഫീഖ് ഭായ് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഷോറൂമുകൾക്കൊക്കെ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് റെഡിഫിക് എന്ന ബ്രാൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റഫീഖ് ഭായുടെ റെഡിഫിക് നിങ്ങളുടെ പേര് സാമ്യത ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഹോൾസെയിൽ ബ്രാൻഡാണിത്. അതുകൂടാതെ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ ചെയ്തു, അതുപോലെ വീടുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസൈനേഴ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇതുകൂടാതെ നമ്മളിവിടെ ഈ ഓഫീസ് ചെയർസിന്റെയും കൂടിയിട്ട് പ്രൊഡക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാം. ഈ ഓഫീസ് ചെയർ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ പല ആളുകൾക്കും ഏത് ടൈപ്പിലുള്ള ഓഫീസ് ചെയറുകളാണ് മേടിക്കേണ്ടതെന്ന് അറിയണ്ടാവില്ല. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് അതിന്റെ ബേസ് തന്നെയാണ്. നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുന്ന ബേസുകളായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നൈലോൺ ബേസ് മറക്കണ്ട. ഒരു ഓഫീസ് ചെയർ വാങ്ങിക്കുമ്പോൾ നൈലോൺ ബേസ് അല്ല നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക, കടക്കാരോട് പറയാം ഞങ്ങൾക്ക് നൈലോൺ ബേസ് മതി എന്ന് പറഞ്ഞു. കാരണം പൊട്ടിപ്പോരുത്. ഹൈഡ്രോളിക് അതുമാതിരി തന്നെ നമുക്ക് വാറണ്ടി ഉള്ള ഹൈഡ്രോളിക്കുകൾ യൂസ് ചെയ്യണം. പിന്നെ അതുകൂടാതെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഫോമുകൾ PU ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സാഗിങ് ഉണ്ടാവില്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോമുകളെ അപേക്ഷിച്ച്. ഫോമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കാണുന്ന ഫോമുകൾ ഉണ്ടായിരിക്കാം. ഇതല്ലാതെ മുറിക്കാൻ പൊതിഞ്ഞു വെച്ച പോലത്തെ ഫോമുകൾ ഉണ്ടാവും. ഇത്ര ഫോമുകൾക്ക് പൊതുവായി പറയുന്ന പേരെന്താണ്? PU ഫോമാണ്, അല്ലെങ്കിൽ മോൾഡഡ് ഫോമാണ്. ത്രികകൾ വളരെ ഫിനിഷിംഗ് ആയിരിക്കും നമുക്ക് കാണുമ്പോൾ. നെറ്റ് ഫോം എന്ന് പറഞ്ഞിട്ടുള്ള കവറിംഗും കൂടി കവർ ചെയ്തിട്ടാണ് വരുന്നത്. സീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെ വരുന്നത് അല്ലേ. അപ്പോൾ ഇരിക്കാൻ നല്ല കംഫർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ റെഡിഫിക് ബ്രാൻഡിൽ തന്നെയാണ് കൊടുക്കുന്നത്. റഫീഖ് രണ്ടും നല്ല ജോയിന്റ് ഉണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഫർണിച്ചറുകളുടെ എൻക്വയറി, ഇന്റീരിയർ വർക്കിന്റെ, ഓഫീസ് ചെയറുകളുടെ അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻ്റെ ഒക്കെ എൻക്വയറി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ. ഞങ്ങൾ ഫാക്ടറി നിർമ്മിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരാം. കേരളത്തിലുടനീളം നമ്മുടെ വണ്ടികൾ സപ്ലൈ ചെയ്യുന്നുണ്ട്.